പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലും യുവതിയും ഹൈക്കോടതിയിൽ ഹാജരായി. കോടതി നിർദ്ദേശപ്രകാരമാണ് ഹാജരായത്. കേസ് റദ്ദാക്കണമെന്ന ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. രാഹുലിനും പരാതിക്കാരിക്കും കൗൺസിലിംഗ് നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൗൺസിലിംഗിന് ശേഷം ഈ കേസ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. സാലി, ഏറെ ചർച്ചയായ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസാണ്. പിന്നീട് ഈ പരാതിക്കാരി നിലപാട് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രണ്ടുപേരും കോടതിയിൽ ഹാജരായല്ലോ. രണ്ടുപേർക്കും കൗൺസിലിംഗ് നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം വിശദമായ ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നാണോ കോടതി പറയുന്നത്? മനു, തീർച്ചയായും കോടതി നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇരുവരും ഇന്ന് ഹൈക്കോടതിയിൽ 1B ബെഞ്ചിൽ നേരിട്ട് ഹാജരായത്. അതായത് ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയുടെ ഹർജി വന്നു. ഒപ്പം ഈ യുവതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, കേസ് റദ്ദാക്കുന്നതിൽ തനിക്ക് പരാതിയില്ല, തനിക്ക് കേസില്ല എന്ന യുവതിയുടെ സ്റ്റേറ്റ്മെന്റും കോടതിയുടെ മുമ്പാകെ വന്നു. അപ്പോഴാണ് രണ്ടുപേരെയും വിളിപ്പിക്കാം എന്ന് കോടതി തീരുമാനിച്ചത്. ഇന്ന് കോടതിയിലും ഇരുവരും നിലപാട് ആവർത്തിച്ചു. അതായത് തനിക്ക് പരാതിയില്ല, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല താൻ ഈ പരാതി പിൻവലിച്ചത് എന്ന കാര്യം കോടതിയിൽ നേരിട്ട് തന്നെ ഈ യുവതി പറഞ്ഞു. പക്ഷെ പോലീസ് ഒരു കാര്യം വ്യക്തമാക്കി, ഇത് ഗുരുതരമായ ആരോപണമാണ് ഈ പ്രതിക്കെതിരെ ഉള്ളത്. ഈ പോലീസ് പറഞ്ഞതാണോ ഈ രാഹുൽ പി ഗോപാലിനെതിരായ പരാതിക്കാരുടെ ആക്ഷേപം ഗൗരവതരമെന്ന്? പോലീസ് പറഞ്ഞതാണ്. പോലീസ് പറഞ്ഞു. മാത്രമല്ല, ഈ യുവതിയുടെ ശരീരത്തിൽ പരാതിയുമായി മുറിവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരാതി ഗൗരവകരമാണ്. ഗൗരവമായി തന്നെ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിൽ തന്നെ, സർക്കാരിന്റെ സംവിധാനത്തിൽ തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും. പ്രശ്നം അങ്ങനെ ആ ആക്ഷേപം ഉള്ളപ്പോൾ തന്നെ അതിൽ നിന്നല്ലേ ഈ പെൺകുട്ടി പിന്മാറിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ നിയമപരമായ സാധുത എങ്ങനെയാണ്? അതിൽ കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് നിയമപരമായ പ്രശ്നം. പോലീസിന് അക്കാര്യത്തിൽ കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്നതിന് പരിമിതിയുണ്ട്. പോലീസ് അക്കാര്യം തന്നെ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും കോടതി അനുവദിക്കുകയും ചെയ്താൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്. നടക്കട്ടെ എന്നാണ് തന്നെ പോലീസിന്റെ നിലപാട്. കോടതി അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിൽ കോടതിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇത് മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളാണോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് രണ്ടുപേരെയും വെവ്വേറെ കൗൺസിലിംഗ് നടത്താൻ തീരുമാനിച്ചു. കെൽസയെ ഏൽപ്പിക്കുകയും ചെയ്തു കൗൺസിലിംഗ് ഏജൻസിയെ തീരുമാനിക്കാൻ. ആ കൗൺസിലിംഗ് പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണം. അത് കോടതി പരിശോധിച്ച ശേഷം ഉചിതമായി തീരുമാനമെടുക്കും. കേസ് 21-നാണ് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 21-ന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണം. അത് കോടതിയുടെ മുമ്പാകെ ഈ മാസം 21. അതിനു മുമ്പ് കോടതി ഒരു തീർപ്പ് കൽപ്പിക്കും. അതിനുശേഷം മാത്രമേ ഈ കേസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് പോകൂ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. രണ്ടുപേരെയും കൗൺസിലിംഗിന് വിട്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശരി, ഓക്കെ. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. അതായത് ആദ്യം ഈ പെൺകുട്ടിയുടെ പരാതിയൊക്കെ നമുക്കറിയാം, വലിയ ചർച്ചയാവുകയും വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ വേഗത്തിൽ പെൺകുട്ടി നിലപാട് മാറ്റുന്നു. പെൺകുട്ടി പറയുന്നു, എനിക്കതിൽ പ്രശ്നങ്ങളില്ല, എനിക്ക് രാഹുലിൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നു. മറ്റാരുടെയും സമ്മർദ്ദം കൊണ്ടല്ല മൊഴി മാറ്റിയത് എന്ന തരത്തിലും പെൺകുട്ടി നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ പെൺകുട്ടിയെയും രാഹുലിനോടും കോടതിയിൽ എത്താൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ രണ്ടുപേരും അവിടെ എത്തി. കോടതി പറഞ്ഞത് ഇരുവർക്കും കൗൺസിലിംഗ് നൽകാം. അതിനുശേഷം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ കേസ് റദ്ദാക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ ആ പെൺകുട്ടി പറഞ്ഞത് ഈ പ്രതിയായ, അല്ലെങ്കിൽ ഇപ്പോൾ കേസിൽ പ്രതിയായി നിൽക്കുന്ന രാഹുലിൻ്റെ കൂടെ തന്നെ ജീവിക്കാം, അതാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഈ മാസം 21-ന് ഈ വിഷയത്തിൽ കൗൺസിലിംഗ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു തലത്തിലേക്ക് ഈ കേസ് എത്തി നിൽക്കുകയാണ്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.